തല്ല് കൊള്ളുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. എനിക്ക് തോന്നുന്നത് ഒരു 3ാം ക്ലാസ്സിൽ തുടങ്ങിയിട്ട് തന്നെ തല്ല് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിയിട്ടുള്ള ആളാണ്. മാത്രമല്ല അത് ആദ്യം ഒരു ഭയം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. സ്ഥിരമായിട്ട് തല്ല് മേടിക്കുകയാണെങ്കിൽ വലിയ ഭയമുള്ള കാര്യമൊന്നും. പിന്നെ ടീച്ചർ എത്ര നന്നായിട്ടാണ് സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതിൽ വലിയൊരു അപാകത ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന 12-13 വയസ്സായിട്ടുള്ള കുട്ടികളാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ടീച്ചർ ഒരു കൗതുകത്തോടെ ഒരു പുഞ്ചിരി സമ്മാനിച്ചാണ്. ഇത് ഏകദേശം ടീച്ചറുടെ പ്രായത്തിനോട് തന്നെ ഏകദേശം അടുത്തെന്ന് വെച്ചാൽ എനിക്ക് 10-17 വയസ്സ് കഴിഞ്ഞ സമയമാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ടീച്ചർക്ക് അതിനകത്തൊരു വിഷമം തോന്നി. ഇതിലാരാണ്? ഞാനാണോ കുറ്റക്കാരൻ? അല്ല, എൻ്റെ പ്രായമാണ് പ്രതി. അതുകൊണ്ട് ടീച്ചർക്ക് ഞാനിങ്ങനെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞതിൽ ടീച്ചർക്ക് എന്നോടൊരു പകയുണ്ടോ എന്നെനിക്കറിയില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ നിർത്തിയത് ഗണേഷ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങൾ. സിറ്റ് ഡൗൺ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങളും പശ്ചാത്തലങ്ങളും ബെർക്കലി ഒന്ന് ചുരുക്കി പറഞ്ഞേ. നെക്സ്റ്റ്. ഇൻക്യുബേറ്റർ. ഷട്ട് അപ്പ്. നെക്സ്റ്റ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അനന്തര ഫലങ്ങൾ പറയൂ. അത് പിന്നെ ഒരാവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു എന്നാ. ഷട്ട് അപ്പ്. കഴിഞ്ഞ തവണ ക്ലാസ് എടുക്കുമ്പോ 3 പേരും ഉണ്ടായിരുന്നല്ലോ, അല്ലേ? എന്നിട്ട് പഠിപ്പിച്ചൊന്നും തലക്കകത്ത് കയറിയില്ല. വേറെ 100 കൂട്ടം കാര്യങ്ങളുണ്ടല്ലോ തലക്കകത്ത്. നാളെ ശനി, മറ്റന്നാ ഞായർ ബെർക്കലി ഷെയ്ക്കും ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ചുള്ള പാഠം മുഴുവൻ 50 പ്രാവശ്യം എഴുതിക്കൊണ്ട് വന്നിട്ട് കയറിയാ മതി തിങ്കളാഴ്ച ക്ലാസ്സില്. ഇന്നസെന്റ്, താനാള് VIP അല്ലേ? അപ്പൊ തനിക്ക് എന്തായാലും 50 പോരാ. ഉത്തരമൊട്ട് അറിയാനും പാടില്ല, അതിനിടയിലെ ക്ലാസ്സിൽ വളിപ്പ് പറഞ്ഞ ആളാകാനുള്ള ശ്രമം. പാഠം മുഴുവൻ 100 പ്രാവശ്യം എഴുതിക്കൊണ്ട് വന്ന് കാണിച്ചിട്ട് മതി ക്ലാസ്സിൽ കയറുന്നത്. അച്ചടിച്ച 5 പേജ് എഴുതി വരുമ്പോ 10. 100 പ്രാവശ്യം ആകുമ്പോ 10, 100, 1000. എന്റെ ഈശോയെ, ഈ ടീച്ചറിനെ കൊട്ടിയിട്ടേ അടങ്ങുള്ളൂ. ടീച്ചർ, എന്താ? ആ ഇമ്പോസിഷൻ എഴുതിയിട്ട് വന്നാ മതി. അച്ചടിച്ച 5 പേജ് ഉണ്ട്. അത് മുഴുവൻ എഴുതിയാലേ അതിലൊരു ഇത്തിരിയെങ്കിലും തലക്കകത്ത് കയറുള്ളൂ. ഞാനത് ഇമ്പോസിഷൻ എഴുതാണ്ട് പഠിച്ചിട്ട് വന്ന് പറഞ്ഞു കേൾപ്പിച്ചാലോ? ഈ സന്മനസ് നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ ഇതാവില്ലല്ലോ സ്ഥിതി. ഇമ്പോസിഷൻ എഴുതാണ്ടിരിക്കാനായിട്ട് ഓരോ കാരണങ്ങൾ എഴുന്നള്ളിച്ചോണ്ട് വന്നിരിക്കുന്നു. 100 തവണ എഴുതിയിട്ട് മതി ക്ലാസ്സിൽ കയറൽ. അതിത്തിരി കടുപ്പാ, അതുകൊണ്ടാ. എന്താടോ, എന്താ പ്രശ്നം? ഒന്നുമില്ല. ഡിവിഷൻ ഫോൺ വരും. നമ്മുടെ കാര്യം അതിനു മുമ്പ് എച്ചും കുട്ടികളെ അറേഞ്ച് ചെയ്യായിരിക്കും. അങ്ങനെ സമാധാനിക്കാം അല്ലേ? അതന്നെ, അല്ലെങ്കിൽ ശരിയാവില്ല. ശരി 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 ടീച്ചറെ, നാളെ കാണാം. ബൈ.
ആ ഇമ്പോസിഷന്റെ കാര്യം. ആ ഇതെന്താ സരസ്വതി, സ്കൂൾ നേരത്തെ വിട്ടോ? ഇല്ല, പതിവ് സമയത്ത് തന്നെ. ആ അച്ഛൻ എവിടെ പോയിരുന്നു? എന്റെ കൂടെ കോട്ടയത്തുണ്ടായിരുന്ന വിക്രമപിള്ളയുടെ മകളെ അയച്ചിരിക്കുന്നത് ഇവിടെ ആര്യമ്പറമ്പിലാണ്. അയാൾ വന്നിട്ടുണ്ടെന്ന് പാലുകാരൻ സുബ്രം പറഞ്ഞു. ഒന്ന് അത്രടം വരെ പോയി കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഞാനന്ന് പറഞ്ഞിരുന്നില്ലേ ഒരാലോചനയുടെ കാര്യം. അയാൾക്കറിയാവുന്ന കൂട്ടരാണ്. ഫ്രഞ്ച് വിപ്ലവം, അനന്തരഫലം, പശ്ചാത്തലം, കാരണം, ഗതി. ഫ്രഞ്ച് വിപ്ലവം, അനന്തരഫലം, ഗതി, പശ്ചാത്തലം.